ഈ വർഷം നമുക്കൊരു ക്രിബ് ഉണ്ടാക്കിയാലോ, അതും കാർഡ്ബോർഡ് വെച്ച്. എങ്ങനെയെന്നല്ലേ? ക്രിബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 പീസസ് കാർഡ്ബോർഡുകളും കൂടെ വേണം. അതും കൂടെ നമ്മൾ കളക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തൊരു പീസ് കാർഡ്ബോർഡും കൂടെ എടുത്ത് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. വേറൊന്നും കൊണ്ടല്ല, അതിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കതിനെ ഇറഗുലറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ക്രിബിൻ്റെ ഒരു സൈഡിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 2 കാർഡ്ബോർഡ് പീസസ് ആണ്. അത് നമുക്ക് ക്രിബിന് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 2 കാർഡ്ബോർഡ് പീസസ് എടുത്തതിന് ശേഷം അത് 2 സ്ഥലത്തും അറ്റാച്ച് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ക്രിബിൻ്റെ മേൽക്കുര സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ വീണ്ടും ഗ്ലൂ യൂസ് ചെയ്യുക. ഗ്ലൂ യൂസ് ചെയ്തതിന് ശേഷം മേൽക്കുര അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ചിലവ് കുറവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ക്രിബാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ക്രിബിൻ്റെ സൈഡ് പോർഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ 2 കാർഡ്ബോർഡ് പീസസ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് സപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. ഈ റോൾ ചെയ്ത് ഒരു സൈഡിൽ നമുക്ക് ഗം ചെയ്യാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന കാർഡ്ബോർഡിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാർഡ്ബോർഡിൻ്റെ 2 സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അത് സപ്പോർട്ടിനായിട്ട് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മേൽക്കുരേനൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി മേൽക്കുര നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്, അതിൻ്റെ മേലെ കാണുന്ന ആ ലെയർ പേപ്പറിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഈ സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ടോപ്പ് പോർഷൻ്റെ ലെയർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ഡിസൈൻ പോലെ കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ 2 പീസ് കാർഡ്ബോർഡ് എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കാർഡ്ബോർഡിനെ റോൾ ചെയ്ത് ഗം ചെയ്തെടുക്കുക. ഗം ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള മേൽക്കുര, അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. റോളാക്കി എടുത്ത് വെച്ച കാർഡ്ബോർഡിൻ്റെ 2 സൈഡിലും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. മേൽക്കുരയുടെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസ് കാർഡ്ബോർഡ് എടുക്കുക. അത് നമ്മളിങ്ങനെ ഇറഗുലറായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈൻ പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ക്രിബിൻ്റെ ടോപ്പ് പോർഷൻ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ക്രിബിൻ്റെ ടോപ്പ് പോർഷൻ മാത്രമല്ല, നമ്മൾ ഫ്രണ്ടിലൊരു ഡിസൈൻ അറ്റാച്ച് ചെയ്തിരുന്നു. അതും നമുക്ക് കളർ ചെയ്യാം. അത് വേറൊരു കളർ, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഡിസൈൻ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ ക്രിബിന് സപ്പോർട്ടായി വെച്ചിരിക്കുന്ന എല്ലാ പീസസും നമുക്ക് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രിബിൻ്റെ ബാക്ക് പോർഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാർഡ്ബോർഡ് സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്ത് അതിന് ഡിഫറെൻറ്റ് കളർ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അങ്ങനെ ഒരു കളർ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം അത് ഗം ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ പീസസ് നമുക്ക് ഡിഫറെൻറ്റ് ഏരിയയിലായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ക്രിബിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കുറച്ച് കാർഡ്ബോർഡ് മാത്രം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലൊരു ക്രിബ് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ഈ വർഷത്തെ ക്രിബിൻ്റെ ലുക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എനിക്ക് അറിയാവുന്നത് പോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ക്രിബാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക.